നല്ല നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ നടക്കുന്ന നല്ല നല്ല പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ ദാസങ്ങളുടെ, നമ്മുടെ ഗാനഗന്ധർവന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ ടോപ്പ് സിംഗേഴ്സ് ഒന്നടങ്കം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള എപ്പിസോഡുകളാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ദാസങ്ങളുടെ ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പോവാണ്. എല്ലാം നല്ല പാട്ടുകളാണ്. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിച്ചു പോകുന്ന ഒത്തിരി പാട്ടുകൾ നമ്മൾ ഇന്ന് ടോപ്പ് സിംഗറിലൂടെ കേൾക്കാൻ പോവാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ജഡ്ജസിനും ദാസങ്ങളിനെ പറ്റിയുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഉണ്ണി അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ജബ ചേച്ചി. വെൽക്കം ഉണ്ണി അങ്കിൾ. ഇനി വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ? ഇവിടെ ഉള്ള നമ്മുടെ ആര്യ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. ഇന്ന് അവൻ വരുമ്പോ മിസ് ചെയ്യും. പക്ഷെ എന്റെ അടുത്ത് എന്താണ് പുറത്ത് നിൽക്കുമ്പോ പറഞ്ഞെന്നറിയാമോ? എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തോണ്ടി, ഞാൻ വെളിയിൽ നിൽക്കും. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ജബ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചേ, അപ്പൊ ഞാൻ ആയിക്കോട്ടെ നീ ഇങ്ങോട്ട് കാണുന്നുള്ളൂ. അങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ വരാൻ പോവാണ്. ഇഷ്ടമുള്ള ആള്. കുട്ടൂസും കുഞ്ഞൂസൊക്കെ എവിടെ? അപ്പൊ അടുത്ത മിസ് ചെയ്യുന്നുണ്ടോ? ആണല്ലേ? പക്ഷേ സേവ ചേച്ചിനെ വളരെ പകരം ഒരാളെ കിട്ടിയിട്ടുണ്ട്. റുജുൽ കുട്ടാ, എന്തുണ്ട് വിശേഷം? സുഖം സുഖം സുഖം. സേവ ചേച്ചിനെ കാണാൻ പറ്റിയോണ്ട് നല്ലൊരു സന്തോഷം. ആര്യ ചേച്ചി വേണോ സെബ ചേച്ചി വേണോ? അയ്യോ, അങ്ങനെ ഡിപ്ലോമാറ്റിക് ആൻസർ. റുജുൽ കുട്ടാ, ഇന്ന് എന്താ നമുക്ക് വേണ്ടി പാടുന്നത്? മനക്കലെ തൊത്തെ ഉഗ്രം പാട്ട്. മ്യൂസിക് ചെയ്ത പാട്ടാണ് അല്ലേ? ദാസേട്ടൻ പാടിയ പാട്ടാണ് ഉറപ്പായിട്ടും. അപ്പൊ ദാസാറിനെ ഡെഡിക്കേറ്റ് ചെയ്യാം. എന്താ ദാസേട്ടനെ പറ്റി പറയാനുള്ളത്? ദാസേട്ടൻ ഒരു നല്ല പാട്ടുകാരനാണ്. നല്ലൊരു പാട്ടുകാരനാ. കറക്റ്റാ. പിന്നെ ദാസാറിന്റെ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നൊരു വിഷു കൊടുത്തോ ദാസങ്കളിന്? ഹാപ്പി ബർത്ത്ഡേ ദാസങ്കൾ. അപ്പൊ നമുക്ക് പാട്ടിന്റെ ഡീറ്റെയിൽസ് കേൾക്കാം. ഇയർ 1975, ലിറിക്സ് വയലാർ രാമവർമ്മ സാറ്, പിന്നെ സിനിമ രാസലീല. ഈ സിനിമ കണ്ടിട്ടുണ്ടോ മോൻ? പണ്ടത്തെ സിനിമയാണല്ലോ, ഞാൻ പിന്നെയാണല്ലോ ജനിച്ചത്. ഒരുപാട് നല്ല എന്താ പണ്ടത്തെ സിനിമയാണല്ലോ, ഞാൻ പിന്നെയാണ് ജനിച്ചത്. ഞാൻ പിന്നെയാണല്ലോ ജനിച്ചത്. വളരെ സീരിയസ് ആയിട്ട് അത് കൊള്ളാം കേട്ടോ. അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സൂപ്പർ ഹിറ്റ്സ് ആണ്. ദാസേട്ടൻ പാടിയിട്ടുണ്ട്, സുശീലാമ്മ പാടിയിട്ടുണ്ട്. നിശാ സുരഭികൾ എന്ന് പറഞ്ഞ ജയേട്ടന്റെ പാട്ട്, സുശീലാമ്മയുടെ നീയും വിധവയോ എന്റെ ബംഗാളി പാട്ട്. പിന്നെ ദാസേട്ടന്റെ ഏറ്റവും പാടത്തെ പെണ്ണേ അണിയറ മണിയറ കിറുകിര തുറന്നാട്ടേ ആര് കൊയ്യും ആര് ചൂടും വയൽ പൂ ഈ വയൽ പൂ കിളിയെ കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ ഈ കറുക വയൽ കുളിരു കൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുതാലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളികണ്ണാൽ എന്നെ നോക്കൂലേ, ഒളികണ്ണാൽ എന്നിൽ പൂക്കൂലേ. അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടായില്ലേ സൂപ്പർ ഹിറ്റ് സോങ്സ് ആണ്. സോ റോക്ക് ഓൺ. താങ്ക് യു. മണിക്കലെ തത്തേ മറക്കുടത്തത്തേ, മണിക്കലെ തത്തേ മറക്കുടത്തത്തേ, നല്ലേ മംഗളതിരരാത്രി പാടണം പോൽ പാതിര പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ. മണിക്കലെ തത്തേ മറക്കുടത്തത്തേ, നല്ലേ മംഗളതിരരാത്രി പാടണം പോൽ പാതിര പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ.
മണിക്കല് തത്തേ മറക്കൂട തത്തേ നല്ല മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ മതിര പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോൽ മണിക്കല് തത്തേ മറക്കൂട തത്തേ നല്ല മംഗളാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പതിര പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോൽ. സൂപ്പർ സൂപ്പർ, താങ്ക് യു വെരി ഗുഡ് ഉജ്വൽ കുട്ട, കലക്കി. താങ്ക് യു. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇംപ്രൂവ്മെന്റ്. ആ. അത് ശരിക്കും ഇവിടെ കാണാൻ പറ്റി. തെളിഞ്ഞു, അതെ തെളിഞ്ഞു വന്നു അത് ശരിക്കും താങ്ക് യു. കേട്ടോ. പിന്നെ കുറച്ച് മിസ് ചെയ്തത് അതിന്റെ ഒരു ഫീലാണ്. ഈ പാട്ടിന് വേണ്ടതായിട്ട് ഒരു ഫീല് അത് കുറച്ച് മിസ്സായെന്നേ ഉള്ളൂ. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ട്യൂണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഏയ് ഇന്നല്ലേ ഒന്ന് കേട്ടെ. ആ അതെ ഏന്നല്ലേ ഏന്നല്ലേ. ആ അതൊന്ന് പെർഫെക്റ്റ് ആണെന്ന് തോന്നി ഫസ്റ്റ് പല്ലവിയില്. പിന്നെ പോകണം പോൽ അത് ഇത്തിരി സ്റ്റഡി ആയിട്ട് അത് നിർത്തണത് പെട്ടെന്ന് ഇങ്ങനെ നിർത്തണ പോലെ തോന്നി. ബാക്കിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആകെ കുറച്ച് മിസ്സായത് കുറച്ച് ഫീല് വേണം തോന്നി. ഫീല് ഈ പാട്ടിന്റെ ഫീൽ ഉണ്ടല്ലോ, യഥാർത്ഥത്തിലൊരു ഫീൽ അതൊന്ന് കുറച്ചും കൂടി കൊണ്ടുവരണം തോന്നി. ആ ഇമ്പ്രൂവ്മെന്റിനാണ് ഏറ്റവും വലിയ ഞാൻ അഭിനന്ദിക്കുന്നത് കേട്ടോ. റിജൽ കുട്ടൻ. റിജൽ കുട്ടൻ ഒരു ഉഗ്രൻ സിംഗറാ. താങ്ക് യു. ആ പാട്ടൊക്കെ അങ്ങനെ ക്ലീൻ ആയിട്ട് പഠിച്ചിട്ടൊക്കെ വരും. നല്ല കോൺഫിഡന്റ് ആയിട്ട് വെച്ച് കാച്ചും. അതെ. താങ്ക് യു. ഈ പാട്ട് മോനെ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ മോനെ അറിയും. മനക്കല് തത്തയിലൊക്കെ ഭയങ്കര ഫീല് കൊടുത്തിട്ടുണ്ട് ദാസേട്ടൻ. ഭയങ്കര ഒരു എക്സ്പ്രസീവ് ആയിട്ടാണ് പാടിയിട്ടുള്ളത്. അത് മിസ്സിങ് ആയിരുന്നു കുറച്ച്. ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ എന്ത് ഫീലാണുള്ളത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി പാടിയാൽ കുറച്ചും കൂടി നന്നാവും. ഓക്കെ, ടോട്ടലി ഇതേ ഉള്ളൂ. മോൻ നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷെ ആ ഒരു ഫീൽ വാസ് മിസ്സിങ്. 2026 ഇനി പാടാൻ പോകുന്ന പാട്ടുകളിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു. ഗുഡ് ലക്ക്. എനിക്ക് വേണ്ടി മഴനീർത്തുള്ളികൾ എന്ന് പറഞ്ഞ പാട്ട് പാടി തരും. ഭയങ്കര ഇഷ്ടമാണ്. പാടാലോ. തൂമഞ്ഞിലേ വെയിൽ നാളം പോൽ നിൻ കണ്ണിലെൻ ചുംബനം തൂവലായി ഒഴിഞ്ഞൊരി ആർദ്രമാം നീലാക്കുളിർ അണയും ഞാറ്റുവീലയെന്തിനോ ഒരു മാത്ര കാത്തെന്നോർത്തു ഞാൻ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തനുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തനുവായി പെയ്തിടും കനവായി തോർന്നിടും. റുജ്വൽ കുട്ട എന്തോ നല്ല രസമായി പാടി. താങ്ക് യു. എനിക്കും ഇതേപോലെ പറയേണ്ടതൊക്കെ ഇവരും പറഞ്ഞു. ഭാവം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആലോചിക്കും ഈ സാഡ് പാട്ടുകളോ സാഡ് പാട്ടുകളോ ലവ് സോങ്സിനാണ് മെയിൻലി നമ്മൾ ഈ ഫീല് ഫോക്കസ് ചെയ്ത് പാടേണ്ടത്. പക്ഷെ ആക്ച്വലി ഈ ബീറ്റുള്ള സോങ്സിന് ആണ് ചിലപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു അതിൻ്റെതായ ഫീല് കൊണ്ടുവരുത്താൻ. അപ്പൊ ഈ പാട്ടാണെങ്കിലും കുറച്ചുകൂടി ഒന്ന് ഉൾക്കൊണ്ട് ആ ഒരു ഫീല് വെച്ച് ഡൈനാമിക്സ് ഉപയോഗിച്ച് ഒന്ന് പാടി നോക്കിയാൽ എനിക്കൊന്ന് കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ മധുചേട്ടൻ പറഞ്ഞ പോലെ പാട്ടുകാരൻ നമുക്കൊരു മ്യൂസിഷ്യൻ ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പൊ റുജ്വൽ കുട്ടൻ ഇതിന് മുന്നേ ചെയ്ത പെർഫോമൻസിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് മധുചേട്ടൻ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും
ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ഒരു പ്രോഗ്രഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank നല്ല you. വോയിസ് ആണ്, താങ്ക് യു. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരെ മാർക്ക് പറയണ്ട ഇന്ന്? ആര് പറഞ്ഞാലും പ്രശ്നമില്ല. എന്നാലും ഇന്ന് റിജൽ കുട്ടൻ ചൂസ് ചെയ്യാം. ആര് പറയണം? സെബ ചേച്ചി. സെബ ആ, ചേച്ചി. ഇന്നെല്ലാം സെബ സെബ ചേച്ചി. ചേച്ചി. നമ്മളെല്ലാം ഔട്ട്. ആ. ജപ ചേച്ചി. അതെ, അതെ. അപ്പോൾ ഇന്നത്തെ റൗണ്ടിന് നമ്മൾ മാർക്ക് തരുന്നത് 97.75. Bye-bye. ഉണ്ണിയേട്ടാ, യെസ്, നമ്മുടെ കമലദളം സിനിമയിലൊരു പാട്ടാണ് അടുത്ത കണ്ടസ്റ്റന്റ് പാടാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫിലിമും ക്ലാസിക്കാണ്, അതെ. പാട്ടുകളും എല്ലാം ക്ലാസിക്കാണ്. സൂപ്പർ ഹിറ്റ് Beautiful പാട്ടുകൾ. songs. മാത്രമല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് പഠിച്ച് ഓ, അതെ. അഭിനയിച്ച സിനിമയാണ്. ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ട അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുകളാണ്. സിനിമയിലെ എല്ലാ പാട്ടും അങ്ങനെ ഹിറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അതൊക്കെ ഒരു ഭയങ്കര റയറിറ്റിയാണ്. ഉം. തീർച്ചയായിട്ടും. അപ്പൊ അതെ, അതെ. അങ്ങനെയുള്ളൊരു ഒരു സൂപ്പർ ക്ലാസിക് മൂവിയാണത്. ദിയക്കുട്ടിയാണ് പാടാനെത്തുന്നത്. ദിയക്കുട്ടി, വെൽക്കം. യെസ്, ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. അതൊരു സ്പെഷ്യൽ സോങ്ങും ആണ് സായന്തനം. അതെ, 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 അല്ലേ? അതെ. ദാസേട്ടന്റെയും ചിത്ര ചേച്ചിന്റെയും വെർഷൻ ഉണ്ട്. 2 വർഷം. ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയും ഹായ് പാടിയിട്ടുണ്ട്. ദിയക്കുട്ടി. എല്ലാരും വെയിറ്റിംഗ് ആണ് ഹായ് പാട്ട് ദിയക്കുട്ടി. കേൾക്കാൻ. എന്തൊക്കെയാ പ്രിപ്പറേഷൻ? ദാസങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആണല്ലോ. അതെ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ടോ? പിന്നെ ഈ സോങ്ങും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ? അതെ, അതെ. എനിക്ക് ഈ ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പാട്ട് കിട്ടിയതിന് ശേഷം ഫിലിം കണ്ടു. എനിക്ക് എല്ലാ പാട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആണോ? സിനിമ ഇഷ്ടപ്പെട്ടു? ആ, സിനിമ ഇഷ്ടപ്പെട്ടു. ദിയക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സിംഗറാണ്. അതെ. താങ്ക് യു. അപ്പൊ ഈ പാട്ടും കൂടി സെലക്ട് ചെയ്തപ്പോ ഞങ്ങളൊക്കെ തീരുമാനിച്ചു ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെ. ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് പാട്ടും കേൾക്കാം. മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി, വർഷം 1992, ഫിലിം കമലദളം. ഓക്കെ. പാടിയത് ദാസ. ദാസേട്ടൻ, ഒരു വർഷം ചിത്ര ചേച്ചി. ആ, ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. താങ്ക് യു.
ലോലമാ നാലമ്പലം നനമെഴും സ്വർഗമാ മനയോല ചാർത്തി കേളി വസന്തം പുണരാത്തതിൻ്റെ പ്രിയതേ സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമെഴും സ്വർഗമാ ആഹാ സൂപ്പർ സൂപ്പർ വെരി നൈസ്. കുട്ടി എന്തോ അസലായിട്ട് പാടി. വളരെ Thank you, വളരെ sir. എന്താ പറയാ, ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പാടി. എനിക്ക് പല ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് പറ്റി, ശ്വാസം ഇടയ്ക്ക് ബ്രത്ത് കിട്ടാത്ത, ബ്രത്ത് കൺട്രോൾ അത്ര നല്ലല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടാൻ ഇത്തിരി ചാലഞ്ചിങ് ആണ്. ഒരു ചെറിയ ഗ്ലൂം അല്ലേ? ഗ്ലൂം ഒന്നും ഇടയില് ചരണത്തില് ഇടയില് രണ്ട് തവണ ബ്രത്ത് പ്രോബ്ലം കാരണം കൊണ്ട് ചില അക്ഷരങ്ങൾ നീ എന്നുള്ളതും നിന്നുള്ളതൊക്കെ മിസ്സായി പോയി ആ ചരണത്തില്. അനുപല്ലവിയില് ചൂടാൻ വരും മേഘമായി ആ സംഗതി കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം എടുത്തതുകൊണ്ട് ശാലീനയായി കുറച്ച് നീങ്ങിപ്പോയി, ഡിലേ വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നെ മനോഹരമായിട്ട് പാടി. താങ്ക് യു ആ ഒരു പ്രശ്നം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് വേറെ ലെവലായനെ. ഒരു മധുരമഴ കൂടി പെയ്തേനെ ഇവിടെ. നമ്മള് ഒരു ഫാന്റാസ്റ്റിക് സിംഗർ ആണ്, അതുകൊണ്ട് Yes. ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതെ 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 അതെ. പിന്നെ എനിക്ക് തോന്നിയത് ഒരു സ്ഥലത്ത് ചരണത്തില് ഈ പറഞ്ഞ ഋതുവീണതൻ കരുണാർദ്രമാം ശ്രീരാഗമേന്ന് ആ സംഗതിയൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ ബെസ്റ്റ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം അതൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായി. അനുപല്ലവിയില് വില്ലുവാദ്രിയിൽ തുളസീതളം ചൂടാൻ വരും താരാരര, അവിടെ മാത്രം ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല, ചരണത്തിലെ പോലെ കിട്ടിയില്ല. ബാക്കിയുള്ളിടത്തെല്ലാം അത് കറക്റ്റ് ആയിട്ട് വന്നു. യെസ് ദിയക്കുട്ടി, എന്തോ നല്ലൊരു ചാലഞ്ചിങ് സോങ് ആണ് മോളെ. ഇത് പെർഫെക്റ്റ് ആയിട്ട് അടിച്ചിരുന്നു വെച്ചാൽ ഒരു ഷുവർ അതെ, ഷോട്ട് ആയിരുന്നു, അതെ. സക്സസ്. അതെന്താ പിച്ച് മോൾക്ക് കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിൾ ആണ്. എനിക്ക് പിച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഒറിജിനൽ ശ്രുതിയാണോ അത്? ഒറിജിനൽ ഒറിജിനൽ ശ്രുതി. അത് എനിക്ക് തോന്നിയത് ഒരു സെമിറ്റോൺ കേട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി പാടും എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊ അനുപല്ലവി വരുമ്പോ ഹൈ ആവും അല്ലേ? ആ ശ്രുതിയുടെ പ്രശ്നമില്ല തോന്നിയത് ഉണ്ണിയേട്ടാ. ആ, ലിറിക്സിന്റെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. പിന്നെ ബ്രത്ത് പ്രോബ്ലം. ബ്രെത്തിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്താ മധുചേട്ടനോട് ചോദിച്ചാൽ മതി. അയ്യോ, ബ്രെത്ത് കണ്ടുപിടിച്ച ആളാണ്, ശ്വാസം കണ്ടുപിടിച്ച ആളാണ്. ഇത്രയും ശ്വാസമുള്ള ഒരാളെ എനിക്ക് ഇന്ത്യയിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അയ്യോ എന്റെ ദൈവമേ. ആ ഗംഗെ ഞാൻ പല സ്ഥലത്തും പാടുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് തമാശ, അതൊന്ന് പാടിക്കൊടുക്കൂ, അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ മോളെ. ഗംഗേ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുരരിയിൽ അനുരാഗമാർന്ന ശിവശൈല ശൃംഗമുനി നേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ. തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. ഗംഗേ ഗംഗേ. നമിച്ചിരിക്കുന്നു. അയ്യോ. അമ്മേ, എനിക്ക് അതായത് എപ്പോഴും രോമാഞ്ചിഫിക്കേഷൻ ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മധുവിന്റെ ഈ ഒരു കഴിവുണ്ടല്ലോ, ഇത് തികച്ചും അമാനുഷികമാണ് ശരിക്കും.
ഞാൻ അത് വളരെ മനസ്സെന്ന് പറയാം. ഞാൻ Thank you, എപ്പോ thank you, അത് ചേട്ടാ. പാടുമ്പോഴും എപ്പോഴും ഞാൻ അല്ല ആലോചിക്കാം. ബ്രെത്ത് കൺട്രോൾ ഒന്ന്, അത് ആ. മാത്രല്ല സസ്റ്റെയിൻ ചെയ്യുമ്പോ പിച്ച് നല്ല പിച്ചിങ് മാത്രമല്ല, നോ വിബ്രാറ്റോ ഇല്ല, വിബ്രാറ്റോ ഇല്ല, സ്റ്റഡി ആയി നിൽക്കുന്നു. സ്റ്റഡി ആയിട്ടാണ് നോട്ട് ഇറ്റ്സ് അങ്ങ് പോകുന്നത്. അൺഇമാജിനബിൾ. അതുകൊണ്ട് സൂപ്പർമാൻ ആണ്. മോളെ എന്തിനാ ഇത് പറയുന്ന വെച്ചാല്, മോളൊക്കെ ചെറിയ മോളാണ്. ഇപ്പൊ ബ്രെത്തിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും അത് ചേട്ടനോട് ചോദിക്കുക, മധു പറഞ്ഞുതരും. അല്ല, അത് എനിക്കറിയാം. ഭാവിയിൽ വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് കാരണം ബ്രെത്ത് ആണ് പാട്ട്. സോ യു ഷുഡ് ടേക്ക് ലെസൺസ് ഫ്രം ഹിം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഗംഗ എന്നുള്ളത് ഞാൻ ഓപ്പൺ ത്രോട്ടിൽ തന്നെയാണ് ഇത്ര നേരം പാടിയത്. ചിലത് ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ബ്രെത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യണം. ഉദാഹരണത്തിന് മധുമൊഴി രാധ നിന്നെ തേടി. ഇപ്പൊ ഞാനിതിപ്പോ ഓപ്പണായിട്ട് അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം തീരും. ശ്രുതി തന്നെ മധുമൊഴി രാധേ നിന്നെ തേടി ഇത് ഓപ്പൺ ത്രോട്ടിലാണ് ഞാൻ പാടിയത്. ഇത് ഓപ്പൺ ത്രോട്ടാണ്. അത് ഒതുക്കി പാടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നേരം എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് 24 to 28 ബാസ് ഒക്കെയാണ് അല്ലേ? അതെ. അപ്പൊ ഞാനിപ്പോ മധുമൊഴി രാധേ നിന്നെ തേടി അപ്പൊ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്രെത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ശബ്ദത്തിന്റെ വോളിയം കുറച്ചിട്ട് പതുക്കെ റിലീസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ചിലപ്പോൾ ടൈമിംഗ് കിട്ടും. ഓക്കെ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പഠിച്ചു വെച്ചോ. Okay. ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ അതെ മീനു? അതെ അതെ. ശ്വാസം കണ്ടുപിടിച്ച് മൂപ്പര. കേട്ട് നിൽക്കുന്ന നമുക്ക് തലയിറക്കം ഉണ്ടാവും. ഓക്കെ ദിയക്കുട്ടി, ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഹാപ്പി ന്യൂ ഇയർ. ഇതപ്പോ ചേച്ചി ദിയക്കുട്ടി എന്തോ ദിയക്കുട്ടി എന്തോ ഉഷാറല്ല, അവള് ഇങ്ങനെ വാടിപ്പോയി ആള്. ആദ്യമേ തന്നെ യു ഹവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് ദിയക്കുട്ടിയുടെ പാട്ട് കേൾക്കുന്നത്. എനിക്ക് കേട്ടിടത്തോളം ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല പ്രൊഫഷണൽ സിംഗർ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് ആള് പാടുന്നത്. സോ യു ഹാവ് അമേസിങ് പൊട്ടൻഷ്യൽ. ആൻഡ് ഓൾസോ ഇതിപ്പോ ഈ ഇടയ്ക്ക് വന്ന ഈ ഒരു ഹിക്കപ്പ് ഇല്ലേ, എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ ബ്രെത്ത് ഒന്ന് ഒരു ചില പോർഷൻസിന് ബ്രെത്ത് കൺട്രോൾ വിട്ടു പോയായിരുന്നു. പക്ഷെ ആസ് എ ഫോർമർ, ഞാൻ ദിയക്കുട്ടിയുടെ പ്രായത്തിലൊക്കെ റിയാലിറ്റി ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാ. എനിക്ക് പറ്റിയിട്ടുണ്ട്, സെയിം സംഭവം എനിക്കും പറ്റിയിട്ടുണ്ട്. പറ്റുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ യുവർ വോയിസ് വിൽ ഡ്രൈ അപ്പ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വോയിസ് ഡ്രൈ ആയിട്ട് ക്രാക്ക് വരും. അപ്പൊ എനിക്ക് തോന്നിയത് അതാണ് സംഭവം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഷുവർ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നല്ല വെൽ റെസ്റ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി ഗുഡ് കണ്ടീഷനിലാവണം നമ്മൾ പാടാൻ വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ബ്രെത്തിന്റെ കാര്യം പറയുമ്പോൾ, ബ്രെത്തൊക്കെ നമ്മൾ സമയമെടുത്ത് പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മുടെ തന്നെ വോയിസ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സാധനമാണ്. ഓരോരുത്തരുടെ വോയിസ് ഡിഫറെന്റ്. യുവർ വോയിസ് ഇസ് യുണീക്ക്, യുവർ വോക്കൽ ബോക്സ് സ്ട്രക്ചർ ഇസ് വെരി ഡിഫറെന്റ്. അപ്പൊ നമ്മുടെ വോയിസിന് വാട്ട് വർക്ക്സ്, എന്ത് ചെയ്യണം, എന്ത് ടെക്നീക്കാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അതൊരു പ്രോസസ്സാണ്. അത് നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് ത്രൂ ദ ഇയേഴ്സ് പഠിച്ച് വരുന്ന ഒരു സംഭവമാണ്. സോ ഐ എം 100% ഷുവർ യു വിൽ ഗെറ്റ് ദെയർ. ഇപ്പോഴേ അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോഴേ പാടുന്നത്. സോ ഐ എം 100% ഷുവർ യു വിൽ ഗെറ്റ് ദെയർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ദിയക്കുട്ടി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മോൾക്ക് മാർക്സ് കുറയ്ക്കാൻ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ മോൾക്ക് തന്നെ അറിയാം അല്ലേ എന്തൊക്കെയാണ് ഫ്ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചേ പറ്റുള്ളൂ. എത്ര കുറയ്ക്കാന്നുള്ളത് മോള് പറയാൻ പറ്റുമോ? 97 ഞങ്ങൾ നിർത്തുന്നില്ല. ഞങ്ങൾ 98.5 കൊണ്ടെത്തിച്ചു. ബിക്കോസ് യു ആർ എ ഗുഡ് സിംഗർ. 98.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ദാസങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് എന്റെ ഫാമിലിയിലെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആരൊക്കെയാ വന്നിട്ടുള്ളത്? ആരൊക്കെയാ വന്നിട്ടുള്ളത്? എന്റെ മുത്തശ്ശിയും നമസ്കാരം. അമ്മമ്മയും
അമ്മയുടെ അനിയത്തിയും പിന്നെ 2 ചേട്ടന്മാരും വന്നു. ആഹാ. ഓക്കെ. സ്വന്തം ചേട്ടന്മാരെ കസിൻസാ? അല്ല, കസിൻസ്. കസിൻസ്. ഓക്കെ ഓക്കെ. പേര് പറയോ എല്ലാവരുടെയും? മുത്തശ്ശിയുടെ പേര്? മുത്തശ്ശി അല്ലേ? സുമിത്ര, മുത്തശ്ശി. സുമിത്ര. ഓ, ആ, ഉള്ളാലോ. ശശികല, കണ്ണൂർ തന്നെയാണോ? അല്ല കോഴിക്കോട്. കോഴിക്കോടാ? ഓ കോഴിക്കോട്. ശരി ശരി. നീരജ് നീരജ് എത്രയിലായി? 9th. പാട്ടൊക്കെ പാടുവോ? ആഹാ. പാട്ട് പാടും? ഓ, അപ്പോഴേ സമ്മതിച്ചു. ടോപ്പ് സിംഗറിന്റെ ഓഡീഷനൊക്കെ വന്നിരുന്നോ? ആഹാ. ആഹാ. അത് ശരി. എന്നിട്ട് എത്ര പ്രാവശ്യം വന്നു ഓഡീഷന്? ഒരു തവണ? 2 തവണ. 2 തവണ. ഓക്കെ. എന്നിട്ട് കിട്ടിയില്ല. ഇപ്പൊ എത്രയിലായി? ഞാൻ 9th. 9th. ഓ, അപ്പൊ സമയം കഴിയാറായി. അതെ. ആ. എന്റെ പേര് നിവേദ്. നിവേദ്. മുൻ പാട്ട് പാടുവോ? ഇല്ല. അദ്ദേഹത്തിന്റെ ചേട്ടനാണ്. അതെ ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചിയുടെ പേര്? അനിത. അനിത. ഉം. ഓ, അനിത. ശരി. ഓക്കെ ഓക്കെ. ഇപ്പൊ നീരജ് ഇവിടെ 2 പ്രാവശ്യം വന്ന് പോയതല്ലേ, തിരിച്ചു പോയതല്ലേ ഓഡീഷൻ വന്നിട്ട്? ഒരു 4 ലൈൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ. സ്റ്റേജിലേക്ക് അങ്ങോട്ട് പൊക്കോളൂ. ഏത് പാട്ടാ? ഏത് പാട്ടാ പറഞ്ഞേ? ഉല്ലാസപൂത്തിരി. ആഹാ. അതും ദാസേട്ടനായിക്കോട്ടെ എന്നാ. അതെ. ദാസേട്ടന് ഒരു സമർപ്പണം. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞോളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞോളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞോളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞോളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മ സംഗീത ശില്പം നീയല്ലേ. ആഹാ, കൊള്ളാലോ. മിടുക്കനാണല്ലോ. ഇത് പാട്ട് തുടങ്ങണതിന് മുമ്പ് ഇങ്ങനെ അടിച്ച് പൊക്കുറ്റിയാൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ ഇതൊക്കെ വെക്കണ്ട്, സ്റ്റൈലൊക്കെ ഉണ്ട്. നന്നായിരുന്നു മോനെ. അതെ, നന്നായിട്ട് പാടി. നല്ലോണം പാടി. ഗർനായിരുന്നു. അപ്പൊ ദിയക്കുട്ടി ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ രണ്ടുപേർക്കും. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ബൈ. നമ്മുടെ സുഭദ്രക്കുട്ടി കുഞ്ഞാറ്റയാണ്. ലെറ്റ്സ് വെൽക്കം കുഞ്ഞാറ്റ കിളി ഓൺ സ്റ്റേജ്. സൂപ്പർ സ്റ്റാർ. ഹലോ. ഹായ് സുഭദ്ര. ഹായ് മധു സാർ. ഹായ് ഹായ്. ഇത് ക്രിസ്മസ് കഴിഞ്ഞു, എല്ലാം ഇവിടെ എടുത്തായിട്ട് റീ തൂക്കായിരുന്നു. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. താങ്ക് യു. കുഞ്ഞാറ്റക്കിളി. എന്തോ ഈ ഒരു ഗെറ്റപ്പിൽ വരാൻ എന്താ കാരണം? ഏത് പാട്ടാ പാടുന്നത് ഇന്ന്? എൻ ജീവനെ. ഓ, അതാണ് ആ ഒരു സ്റ്റൈല് അല്ലേ? തകർക്കാൻ പോവാണോ അതെ. അല്ലേ? ആ സിനിമയിലുള്ള പോലത്തെ സ്റ്റൈലല്ലേ? ആ, എന്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട് തിങ്കളെന്ന് പറഞ്ഞ. ആണോ? അവള് 3 വർഷമായിട്ട് എന്താ പറയാ, എന്റെ ബെസ്റ്റിയാണ് അവള്. ഉം. അപ്പൊ 3 വർഷമായിട്ട് ഇപ്പൊ അവൾ എന്റെ കൂടെ ഇല്ല. അവള് ഡൽഹിയിലാണ്. അവളുടെ അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് അവളിപ്പോ പോയി. ഡൽഹിയിലുണ്ട്. ഉം. അപ്പൊ എനിക്ക് അവളെ മര്യാദക്ക് കാണാൻ പറ്റില്ല. ഞാൻ അവളെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പാട്ട്. പാട്ട്. ഓ, തിങ്കൾ. സ്പെഷ്യലാണ്. പക്ഷേ Yes. വേറൊരു കാര്യമുണ്ട്. ഇത് ദാസേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യണം. ദാസേട്ടനും ഡെഡിക്കേറ്റ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ ഫിലിമിന്റെ പേര് എന്താ പറഞ്ഞ മോളെ? ദേവദൂതൻ. ദേവദൂതൻ. അത് ആരാ ഡയറക്ട് ചെയ്തറിയോ? ഇല്ല. സിബി മലയിലല്ലേ അല്ലേ? അതെ അതെ അതെ. ആ, അതാരറിയോ? ഈ സെബയുടെ അങ്കിളാണ്. ചെറുതായിട്ട് ഒരു അങ്കിളായിട്ട് വരും. ഓ, ഞാൻ പറയാം സിബി അങ്കിളോട് ഒരു സ്പെഷ്യൽ ഫാൻ ഉണ്ടെന്ന്. ഒരുപാട് ഹിറ്റ്സ് നമുക്ക് മലയാളത്തിന് Yes. സമ്മാനിച്ച ക്ലാസിക് മൂവീസ്. ഡയറക്ടറാണ്. ഞാനും അദ്ദേഹത്തിന്റെ സിനിമയിൽ കുറെ പാടിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഓൾ ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു ഹിം ഓൾസോ. യെസ്. അതെ, അതെ. ഒത്തിരി പേർക്കുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഇത്. Yes. ബാക്കി ഡീറ്റെയിൽസ്. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് കൈതപ്പുറം സാർ, പാടിയത് യേശുദാസ് സാർ. കേക്കാം അല്ലേ? കേൾക്കാൻ കാത്തിരിക്കുകയാണ് അതെ, ഓൾ ദി ബെസ്റ്റ്. സുഭദ്രയുടെ അടുത്ത് ആ പാട്ട്. അതെന്റെ ഫ്രണ്ട്സ് ആണ് അതൊക്കെ. ഹായ്. സ്കൂളിലെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എന്റെ. ഓക്കെ. പിന്നെ ആരാ ടീച്ചറോ? അതെന്റെ ടീച്ചറാണ് വൃന്ദ മാം. ഓ, വൃന്ദ ഹായ്. മാമിന്റെ ഹസ്ബൻഡും ആ. കുട്ടിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. ഓക്കെ. All the best. All the best. താങ്ക് യു. എൻ ജീവനെ ഇങ്ങാണു നീ, ഇനി എന്നു കാണും വീണ്ടും. എൻ ജീവനെ ഇങ്ങാണു നീ, ഇനി എന്നു കാണും വീണ്ടും. വേളാമ്പലായി
കടലിൻ്റെ നൊമ്പരങ്ങൾ മഴയറിയില്ല വെയിലറിയില്ല അലയുന്ന കാറ്റിൻ അലമുറകൾ വിരഹത്തിൻ കണ്ണീർ കടലിൽ താഴും കടലത്തിൻ കനലിൽ വീഴും മുമ്പേ നീ ഏകാന്തമെൻ നിമിഷങ്ങളിൽ തഴുകാൻ വരില്ലേ വീണ്ടും. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും. മിഴി നിറയുന്നു മൊഴിയിടറുന്നു അറിയാതൊഴുകി വേദനകൾ നിലയറിയാതെ ഇടമറിയാതെ തേടുകയാണെൻ വ്യാമോഹം. ഒരു തീരാ സ്വപ്നം മാത്രം തേങ്ങി നെഞ്ചിൽ ഒരു തീരാദാഹം മാത്രം നീങ്ങുന്നു. ഇനി എന്നോ നീ ഇതിലേ വരും ഒരു സ്നേഹരാഗം പാടാം. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും. വേഴാമ്പലായി കേഴുന്നു ഞാൻ പൊഴിയുന്നു മിഴിനീർപ്പൂക്കൾ. എൻ ജീവനെ എങ്ങാണു നീ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. കുഞ്ഞാറ്റ കലക്കി. ശ്യാമേ അടിപൊളി. കുറച്ചേ ഉള്ളെങ്കിലും അതൊരു അയ്യോ അത് Respect. ഡിഫിക്കൽട്ട് നമ്മുടെ ടോപ്പ് ബാൻഡ് സൂപ്പർ ഓ സൂപ്പർ. ഞാറ്റക്കിളി എന്തോ സാർ? തകർത്തിയല്ലോ. താങ്ക് യു. എന്താ ഈ പാട്ടൊക്കെ എടുത്ത് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു ഇൻട്രിക്കേറ്റ് സാധനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഈ സ്റ്റേജിൽ ഇതുമാതിരി ലൈവ് പാടാൻ. അതെ അതെ. അതും ഓർക്കസ്ട്ര ബാക്കിംഗ് ഇസ് സോ വെരി ഗുഡ്. അത് കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ അത് ഒരുപാട് അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ഒരു പാട്ടാണ്. അതെ സാർ. വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ഫസ്റ്റ് പല്ലവിയില് മോൾ ആദ്യം വേഴാമ്പലായി പാടിയില്ലേ, ആ. അത് മാത്രം കുറച്ചൊന്ന് മിസ്സായി പോയി ആദ്യത്തെ. പക്ഷെ ലാസ്റ്റ് പല്ലവിയിൽ അത് പെർഫെക്റ്റ് ആയി വീണു. താങ്ക് യു സാർ. പിന്നെ ആ സെക്കൻഡ് ലൈനിൽ കാണും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയില്ലേ, ആ. അത് എല്ലാ സ്ഥലത്തും ഭംഗിയായിട്ട് പാടി. അതെ താങ്ക് യു സാർ. ഇനി എന്ത് കാണും? ക്ലീൻ ആയിട്ട് ഇങ്ങനെ വീണു. ജീവനെ എങ്ങാണു നീ ഇനി എന്നു കാണും വീണ്ടും. ഫീൽ വാസ് എക്സലന്റ്. താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്തു മോള്. താങ്ക് യു. ഒരു തേങ്ങലുണ്ടല്ലോ ആ പാട്ടില്, ആ ത്രൂ ഔട്ട് ദ സോങ് ആ തേങ്ങൽ അങ്ങനെ കൊണ്ടുപോയി അവസാനം കൊണ്ട് എത്തിച്ചു. താങ്ക് യു സാർ. ഒന്ന് കരഞ്ഞാലോ എന്ന് തോന്നിപ്പോയി. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു സാർ. ഗുഡ് ലക്ക്. താങ്ക് യു. സേവ ചേച്ചി കുഞ്ഞാറ്റ എന്തോ ഞാനൊരു ഫാനാണ്. ഞാൻ ഫാനായി. ഞാൻ നമ്മുടെ കഴിഞ്ഞ
മഹാസംഗമം ആ എപ്പിസോഡിലാണ് ഞാൻ കുഞ്ഞാറ്റയുടെ Performance പെർഫോമൻസ് ആദ്യം ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാനും ഹരിച്ചേട്ടനും എന്തേ ആ സോഫയിൽ ഇരുന്നായിരുന്നു ആദ്യമായിട്ട് ശബ്ദം കേട്ടത്. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് എങ്ങനെയാണ് ഈ ശബ്ദം ഇത്രയും ചെറിയ ഒരു ശരീരത്തു നിന്ന് ഇങ്ങനെ വരുന്നത് എന്നൊരു അത്ഭുതമാണ്. ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. അത് മാത്രം ടെക്സ്ചർ നല്ല ഒരു യുണീക്ക് ടെക്സ്ചറാണ് ഭയങ്കര കുഞ്ഞാറ്റയ്ക്കുള്ളത്. versatile ആണ്. പലതരം പാട്ടുകൾ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫോക്ക് നാടൻ പാട്ട് പോലത്തെ ഒരു പാട്ടാണ് അന്ന് പാടിയത്. ആ പാരുടെ അറിയാമേ. ഇന്നൊരു മെലഡി സോങ്ങും പാടി. അപ്പൊ ആ ഒരു ടെക്സ്ചറും യുണീക്കാണ്, വേഴ്സറ്റൈലും ആണ്. ആ കോമ്പിനേഷൻ ഭയങ്കര ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. എനിക്ക് എസ്പെഷ്യലി തോന്നിയത് നല്ല ഫീലുമായിരുന്നു. ഞാനിവിടെ ഇങ്ങനെ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഞാനിങ്ങനെ തേങ്ങി പോയി ഇവിടെ ഇരുന്നിരുന്ന്. മിഴി നിറയുന്നു മൊഴിയിടറുന്നു അറിയാതൊഴുകി വേദനകൾ നിലയറിയാതെ ഇടമറിയാതെ തേടുകയാണെൻ വ്യാമോഹം. നല്ല രസമായി പാടി. എനിക്കാണെങ്കിൽ അവിടെ ഇവിടെയും ചെറിയ ഫ്ലാഷ് ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ തന്നെ തോന്നിയില്ല. കാരണം ബാക്കിയെല്ലാം പോർഷൻസ് ഒക്കെ അത്രയും ഭംഗിയായിട്ടാണ് പാടിയത്. എസ്പെഷ്യലി ആ ഒരു ചെറിയ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഗതികളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. നന്നായി വരട്ടെ. അതോ അങ്കിൾ? കുഞ്ഞാറ്റ എന്തോ അസലായിട്ട് പാടി. താങ്ക് യു ഏറ്റവും സാർ. എടുത്ത് പറയേണ്ടത് കുഞ്ഞാറ്റയ്ക്ക് കുഞ്ഞാറ്റേതായിട്ടുള്ള ഒരു വോയിസ്, യൂണീക്ക് ആയിട്ടുള്ള വോയിസും യൂണീക്ക് ആയിട്ടുള്ള ഒരു സിംഗിങ് സ്റ്റൈലും ഉണ്ട്. അത് കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഇനിയിപ്പോൾ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് കുഞ്ഞാറ്റയുടേതായിട്ടുള്ള താങ്ക് യു സാർ. ഒരു പ്രത്യേകതയാണത്. പ്രത്യേകിച്ച് വിരഹത്തിൻ കണ്ണീർ കടലിൽ താഴും മുൻപേ, കഥനത്തിൻ കനലിൽ വീഴും മുൻപേ നീ. എങ്ങനെ അത് നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ പറ്റൂ. ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് ആ തുടങ്ങിയപ്പോ ഓക്കെ ആയി. പിന്നീട് വന്ന എന്നൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ സാർ. പിന്നെ അത് ഏറ്റവും കറക്റ്റ് ആയിട്ട് വന്നത് ലാസ്റ്റ് പല്ലവിയില് ഹമ്മിങ് കഴിഞ്ഞിട്ട് വന്നില്ലേ, ശ്യാം പാടിയ ഹമ്മിങ് കഴിഞ്ഞിട്ട് വന്ന ആ എൻ കറക്റ്റ് ശ്രുതിയിൽ വന്നു. താങ്ക് യു സാർ. ഏറ്റവും ആദ്യം ഏറ്റവും അവസാനം. പിന്നെ ആ ഇനിയെന്ന് കാണും ആ സംഗതി, അത് കുഞ്ഞാറ്റയുടെ തന്നെ ഒരു സ്റ്റൈലാണ്. ആ ഒരു സംഗതി അത് പുഷ്പം പോലെ പാടി. പുഷ്പം പോലെ. അതെ, അത് താങ്ക് യു സാർ. എനിക്ക് ദാസേട്ടൻ പാടിയത് ഒരു വേറെ രീതി. ഇത് കുഞ്ഞാറ്റയുടെ സ്റ്റൈൽ, ആ സ്പീഡ് അത് കുഞ്ഞാറ്റയ്ക്കേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഫീല് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കുഞ്ഞാറ്റക്ലി എന്തോ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്താണ് അറിയോ? 99 out of 100. താങ്ക് യു. ഈ വർഷം നമുക്ക് അടിപൊളിയാണ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ബൈ ബൈ. ബൈ. ഉണ്ണിയങ്കിൾ Yes. വരാൻ പോകുന്നത് ഉണ്ണിയങ്കിളുടെ ഫേവറേറ്റ് ആണ്. ആഹാ. നമ്മൾ എപ്പോഴും ഉണ്ണിയങ്കിൾ എപ്പോ വന്നാലും നോക്കിയിരിക്കുന്ന ആളാണ് കേട്ടോ. സെബ ചേച്ചി എപ്പോ വന്നാലും ഇന്ന് ഈ കുട്ടിയില്ലേ ഈ കുട്ടിയില്ലേ നോക്കിയിരിക്കുന്ന ആളാണ് വരാൻ പോകുന്നത്. അതാരാ ശിവകാമി കുട്ടി? എന്നാണ് പേര്. Okay. സോ ലെറ്റ്സ് വെൽക്കം ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ ശിവകാമി ദേവിയാണ് ടോപ്പ് സിംഗറിന്റെ. എല്ലാവരും മീനുമായിട്ട്. അതെ. അത് മതങ്ങളോടുള്ള സ്നേഹസൂചകമായിട്ട്. ഇതൊരു ലൈലാക്ക് കളറിനോട് സാമ്യമുണ്ടല്ലേ? ലൈലാക്ക്. ഓ പിന്നെ ഞങ്ങളൊരു ബന്ധമുണ്ടല്ലേ? അതെ, ഒരു ബന്ധമുണ്ട് നിങ്ങൾ തമ്മില്. കസിൻസാ. ഹലോ ശിവകാമി കുട്ടി. ഹായ്. നമ്മൾ ഇച്ചിരി സെയിം ബെഞ്ചാ. നല്ല രസമല്ലേ ആ കളർ കാണാൻ? ആ നേരാ. നല്ല ശിവകാമി ഭംഗി. കുട്ടി എന്തോ നമസ്കാരം. നമസ്കാരം സാർ. ഓർമ്മയുണ്ടോ എന്നെ? ശിവകാമിക്കുട്ടി എന്തോ എന്തോ കുട്ടി അതാ സെബ ചേച്ചി. അറിയോ? കണ്ടിട്ടുണ്ടോ അന്ന് വന്നപ്പോ? കണ്ടിട്ടുണ്ട്. ആ കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെയാണ് ഞങ്ങൾ എന്ത് വെച്ചാൽ ഇത്ര ഉത്തരം പ്രതീക്ഷിക്കാവോ കേട്ടോ. പക്ഷെ പാട്ട് പാടി ഞെട്ടിക്കും. ശിവകാമിക്കുട്ടിനെ പറ്റി ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ആ. അപ്പൊ ഞാൻ വെരി എക്സൈറ്റഡ്. എന്തുകൊണ്ടോ സ്പെഷ്യൽ? എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും യേശുദാസ് സാറിനെ വലിയ ഇഷ്ടമാണ്. ആഹാ. പിന്നെ എന്റെ പപ്പ യേശുദാസ് സാറിന്റെ വലിയ ഫാനാണ്. ഓർമ്മയില്ല മീനൂട്ടി? ആ. തരളിത രാവിൽ മറക്കാൻ അതെ. പറ്റുമോ? അതെ, അതെ, അയ്യോ. തരളിതരാവിൽ. അപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം. രോമാഞ്ചം. ഇന്നും രോമാഞ്ചം വരുത്താൻ പോവാണെന്ന് തോന്നുന്നു അല്ലേ? 100%. ഇന്ന് ഏത് പാട്ടാ? തൂമഞ്ഞിൻ നെഞ്ചിലോ തുമ്പി. ആഹാ. ആ. ഉഗ്രം പാട്ട്. ഡീറ്റെയിൽസ്. സിനിമ സമൂഹം. സംഗീതം ജോൺസൺ മാസ്റ്റർ. വരികൾ കൈതപ്രം സാറ്. വർഷം 1993. പാടിയത് യേശുദാസ്. വെരി ഗുഡ്. താങ്ക് യു. രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട്. അത് കണ്ടോ? അത് എലീന ചേച്ചിയും മൃണ്മയി കുട്ടിയും. ഓക്കെ ഹായ് പറഞ്ഞോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ മോളെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ സാർ. അതെ. ഈ വർഷം അതിഗംഭീരമാവട്ടെ. നല്ല നല്ല പാട്ടുകൾ പാടാനാവട്ടെ. നല്ല പാട്ടുകൾ, പുതിയ പാട്ടുകളും മോളെ അന്വേഷിച്ച് വരട്ടെ.
കുറെ ഹൺഡ്രഡ്സ് കിട്ടട്ടെ. അതെ, മധുരമഴ പെയ്യട്ടെ. മധുരമഴയും പെയ്യട്ടെ. താങ്ക് യു യെസ്, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളേ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. വെരി നൈസ്, വെരി നൈസ്.
കാലക്കിയല്ലോ. താങ്ക് യു എപ്പോഴത്തെയും പോലെ ഇന്നും സൂപ്പറായിട്ട് പാടി. താങ്ക് യു. കറക്റ്റ് കംഫർട്ടായിട്ടുള്ള ശ്രുതിയാണോ? ഇത്തിരി കൂട്ടി കഴിഞ്ഞാൽ നല്ലതാണോ? വായിപ്പിച്ച് കിട്ടുമോ? മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും ആഹാ. പാട്ടും പാടി പാടി. സൂപ്പർ സൂപ്പർ. ഇതല്ലേ ഏറ്റവും ഹൈപ്പിച്ച് പോണത് ഈ പാട്ടില്. അപ്പൊ പിന്നെ ഇത് ഈ പിച്ചിൽ പാടിയിരുന്നെങ്കിൽ ആ ബേസിലുള്ള സന്ധ്യാരാഗവും തീരുവല്ല ഈസി ആയിട്ട് പാടിയാനല്ലോ. ഇപ്പൊ ഒന്ന് പാടിയ ഈ പിച്ചിൽ തന്നെ സന്ധ്യാരാഗവും. സന്ധ്യാരാഗവും തീരവും വീർപ്പിരിയും വേളയിൽ. നേരത്തെക്കാളും കുറച്ച് ബെറ്റർ ആയി. നോട്ട് കേൾക്കാം. നോട്ട് കേൾക്കുന്നുണ്ട്. ഈ പിച്ചിൽ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ആ നോട്ട്സ് ഒക്കെ താഴത്തെ നോട്ട്സ് ഒക്കെ കിട്ടിയാനേ. ഹൈ പിച്ച് എന്തായാലും ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാലും പാട്ട് സൂപ്പറായിട്ട് പാടി. സൂപ്പറോ സൂപ്പർ. വെരി ഗുഡ്. ശിവഗാമി കുട്ടി എന്തോ എത്ര വയസ്സാ? 10. 10 വയസ്സ്. 10 കണ്ടിട്ടൊരു 9 ഉള്ളൂ. എനിക്ക് അത്ഭുത ഈ 10 വയസ്സിൽ എന്ത് പെർഫെക്റ്റ് ആയിട്ട് ആള് പാടുന്നത്. അത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കയ്യിലാന്ന് തോന്നുന്നു ഫുൾ കൺട്രോൾ ആളുടെ ഇരിക്കുന്നത്. കൈ വിടാണ്ട് ഒരു കളിയില്ല. പക്ഷെ എന്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഒരു നല്ലൊരു പിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പാടി വരുന്ന ഒരു പ്രസിഷനോടെ ആള് പാടുന്നത്. അപ്പൊ മോള് നല്ല അസലായി പാടിയിട്ടുണ്ട്. എനിക്കിതുപോലെ ചെറിയ ആ ഒരു ലോ രജിസ്റ്റർ ഏരിയാസിൽ ഒരു മഡീനെസ് പോലെ തോന്നി, ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. അല്ലാണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശിവകാമിക്കുട്ടിയുടെ പാട്ടിന് ഒരു പോയ്സ് ഉണ്ട്, നോക്കിണ്ടോ? ത്രൂ ഔട്ട് ദ സോങ് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതെ അതെ. ആ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ വേറെ എവിടെയും ശ്രദ്ധിക്കില്ല. ആ കംപ്ലീറ്റ് അട്രാക്ഷൻ അങ്ങോട്ട് വലിക്കും. ഓരോന്നും വളരെ ശ്രദ്ധിച്ച് ക്ലീനായി പാടണം. അതെ, അതെ, അതെ. ഒരു ഫോക്കസ് എപ്പോഴും ഉണ്ട് മോൾക്ക്. ഇന്ന് അതിഗംഭീരമായി. താങ്ക് യു. ബ്യൂട്ടിഫുൾ rendition. താങ്ക് യു. Good luck. മെമ്മൂന് ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടായി. എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പാടണമെന്നുണ്ട്. അവിടെ പോയിട്ട് പാടിക്കോ. ബാ ബാ ബാ. ചെല്ല്. ഇപ്പൊ ഒരു പാട്ടുണ്ട് എന്നുവെച്ചാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ ലിറിക്സ് ഒന്നും അറിഞ്ഞൂടെ. ട്യൂൺ പാടിക്കോ. ഞാനും പറയാം. നിന്റെ നുണക്കൊഴി കണ്ടപ്പോൾ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലെ രാതി, കരിമിഴിയുടെ കലവാണീതാ കൂന്തല് കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി, ചിരിക്കല്ലേ പെണ്ണെ കല്യാണി, നിന്റെ മാറത്തെ പൊള്ളി ഇന്നെന്നെ കുരുക്കി, നിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ കാലില് കൊലിച്ചിട്ട് നിന്നെ കുരുക്കി. ഇതാണല്ലേ എലീനയുടെ വൈബ്. ഇതാണ് ലിറിക്സ് അറിയില്ല എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും ഇത് നന്നായിട്ടുണ്ട് അല്ലേ? ശിവകാമിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. അത് നമുക്ക് മീമിക്കുട്ടിയും കൂടി ഷെയർ ചെയ്തോളൂ. ഓക്കെ, ഉണ്ണിയേട്ടന്റെ ഫേവറേറ്റ് സിംഗർ അല്ലേ? അപ്പൊ ഉണ്ണിയേട്ടൻ തന്നെ പറയട്ടെ. മാർക്ക് You're getting 100 out of 100. പെയ്യട്ടെ ഒരു മധുരമഴ. യെസ്. ഒന്നേ രണ്ടേ വേഗം എടുത്തോ വേഗം. ഉടുപ്പിലൊക്കെ എടുത്ത് കയറ്റി. അത് കൊള്ളാം. 9 എനിക്ക് തോന്നുന്നു എലീനയ്ക്കും കൂടിയിട്ടാണ് കിട്ടുന്നത്. അതെ, രണ്ടുപേരും കൂടി ചേർത്തെടുത്തതാന്ന് തോന്നുന്നു. അതെ. നീമു അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് നോക്കോ. നമ്മുടെ ദാസങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡുകളാണ് ടോപ്പ് സിംഗറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല നല്ല പാട്ടുകൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലേ. അപ്പൊ ഇന്നൊരു സൂപ്പർ സോങ്ങുമായിട്ട് ശ്രീയക്കുട്ടി എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീയ സോജേഷ് ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്, എന്നാ ഒരു വെറൈറ്റി ശ്രീയക്കുട്ടി. അതെ 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 അതെ, ഒരു നാടൻ പെൺകുട്ടി അതെ അല്ലേ? ഹായ് ശ്രീയക്കുട്ടി. എന്താ ഉടുപ്പ് ഒരു പ്രത്യേകത ഉണ്ടല്ലോ? മഞ്ഞ കളറാണല്ലോ കൂടുതൽ. എന്താ ഇത് എന്റെ അമ്മ 9th സ്റ്റാൻഡേർഡിൽ ഇട്ട ഡ്രസ്സാണ്.
ആണോ ആണോ ചേച്ചി? അയ്യോ. ഓ അത് ശരി. നമുക്കൊരു എല്ലാത്തിനോടൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ. അപ്പൊ എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അയ്യോ, ഓക്കെ ഓക്കെ, അത് ഭയങ്കര അമ്മ നല്ലൊരു 9ാം കാര്യം ക്ലാസ്സിൽ കേട്ടോ. ഇട്ടിരുന്ന ഡ്രസ് ആ. ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അതെ. അയ്യോ. ഒരു ഓക്കേ. 90s ഇത്രയും ല്. സൂക്ഷിച്ചു അതെ, വെച്ചതല്ലേ. നല്ല കണ്ടീഷനിൽ അതിരിപ്പുണ്ടല്ലോ ആ ഉടുപ്പ്. ആഹാ. അല്ല ഹൈലൈറ്റ് റിബൺ ആണ്. റിബണും അത് ആ കൂട്ടത്തിലുള്ളതാണോ? അല്ല അല്ല. റിബൺ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആണ്. ഓക്കെ ഓക്കെ. ഈ മഞ്ഞ ഒരു മഞ്ഞ കളർ മയം. അതാ മഞ്ഞമയാണല്ലോ. മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. ആ പാട്ടാണോ? ഓ അത് ശരി. കാരണമാണ് മഞ്ഞ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതെ. താങ്ക് യു. ഞാൻ വിചാരിച്ചു നാടൻ പാട്ടിലെ മൈന അല്ല. നാടോടി അതാണെന്ന് വിചാരിച്ചു. നാടൻ പെൺകുടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടുമാണ് പാടാൻ പോകുന്നത് അല്ലേ? ഇത് ദാസേട്ടനുള്ള ഡെഡിക്കേഷൻ റൗണ്ടാണ്. ദാസറിന്റെ ബർത്ത്ഡേ അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആഘോഷം, ഫ്ലവേഴ്സ് ചാനലിന്റെ ആഘോഷം ടോപ്പ് സിംഗറിലൂടെ. യെസ്. ഞാൻ യേശുദാസ് സാറിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാറ് കുറേ ജോണേഴ്സിൽ പാടിയിട്ടുണ്ട്, ഹിപ്പ് ഹോപ്പ് മെലഡിയൊക്കെ. അപ്പോൾ എനിക്ക് സാറിന് രണ്ടും ആ ബാലൻസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ വോയിസ് സ്ട്രെങ്ത് ഭയങ്കര ഇഷ്ടമാണ്. റേഞ്ച്, വോയിസിൻ്റെ റേഞ്ച്. പിന്നെ ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് സാറിന് മൈക്ക് പോലും ആവശ്യമില്ല, അത്രയും അതെ. സ്ട്രോങ് വോയിസ് വോയിസ് ആണ്. അതെ അതെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിൻ്റെ വോയിസിനെ പറ്റി. കറക്റ്റ് ആണ്. നമ്മളൊക്കെ ഇതുപോലെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് ദാസേട്ടൻ. Yes, sir. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ. ഇതിൽ ഗുരം വേറെ നല്ല പാട്ടുണ്ട്. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും വെൺ സൂര്യൻ. ഉഗ്രം പാട്ടുണ്ട്. തിരുവാതിര തിര നോക്കിയ മിഴിവാർന്നൊരു ഗ്രാമം. അങ്ങനൊരു പാട്ടുണ്ട്. നല്ല നല്ല പാട്ടുകൾ രവീന്ദ്ര മാഷിന്റെ. അപ്പൊ ഇത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. ഇത് ദാസേട്ടനും പാടിയിട്ടുണ്ട്. ഒരു ഫീമെയിൽ വെർഷൻ രാധിക തെലുഗ്, രാധിക ചേച്ചിയും പാടിയിട്ടുണ്ട്. ഇപ്പൊ രാധിക ചേച്ചി നമ്മുടെ കൂടെ ഇല്ല. രാധിക ചേച്ചിയും പാടിയിട്ടുണ്ട്. അതിൽ അതുപോലെ തന്നെ തിരുവാതിര തിരുനോക്കിയ എന്നുള്ള പാട്ടും രാധിക ചേച്ചി പാടിയിട്ടുണ്ട് Okay, okay. അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഫുൾ കേൾക്കാം. Year 1998. മൂവി കന്മദം. ആ. മ്യൂസിക് കമ്പോസർ രവീന്ദ്രൻ മാസ്റ്റർ. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. സിംഗർ യേശുദാസ് സർ. വെരി ഗുഡ്. Good. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് പാട്ട് കേൾക്കാം. കേൾക്കാം. All the Okay, all the best. best. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലം കൈയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. ഓ
പുണ്യമായി മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ആ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ആഹാ സൂപ്പർ സൂപ്പർ Thank you. കലക്കി ശ്രീയക്കുട്ടി. ഹായ് ഷിയ, ഹായ് സർ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ലുക്കിംഗ് ഗ്രേറ്റ് താങ്ക് യു. ആൻഡ് സൗണ്ടിങ് ഗ്രേറ്റ്. താങ്ക് യു. സൂപ്പർ ബ്രെൻഡിഷൻ, ഒന്നും പറയാനില്ല. താങ്ക് യു. ഫ്രം ദ വെരി ഫസ്റ്റ് ലൈൻ ടു ലാസ്റ്റ് ലൈൻ താങ്ക് യു സോ Yes, മച്ച്. yes. വളരെ കൺസിസ്റ്റന്റ് ആയി, സ്റ്റഡി ആയി, വിത്ത് എക്സ്പ്രഷൻസ്, താങ്ക് വിത്ത് യു. പെർഫെക്ഷൻ. താങ്ക് യു സോ മച്ച്. സൂപ്പർ ആയിരുന്നു, ഒന്നും പറയാനില്ല. താങ്ക് യു സോ ക്ലീൻ മച്ച്. ക്ലീൻ റെൻഡിഷൻ, താങ്ക് യു. വെരി മെച്ചുവർഡ് റെൻഡിഷൻ, താങ്ക് യു. ബ്യൂട്ടിഫുൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. ശ്രീയക്കുട്ടി, യെസ് മാം. ശ്രീയക്കുട്ടി ഫ്രം ബംഗളൂരു. യെസ്, നല്ല രസമായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഈസോടെയാ പാടുന്നത്. അതെ അതെ അതാ എനിക്ക് അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നല്ല ആസ്വദിച്ച് ഈസി ആയിട്ട് ആള് പാടുന്നത്. സോ അത് തന്നെ ഒരു നല്ലൊരു സ്ട്രെങ്ത് ആണ്. സോ വെരി നൈസ്, നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. വോയിസ് ആയാലും നല്ലൊരു സ്വീറ്റ്, നല്ല രസമുള്ളൊരു വോയിസ്. നമുക്കിങ്ങനെ കേട്ടിരിക്കാനും നല്ല സുഖം. ഇവിടെ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓരോ ചെറിയ ചെറിയ സംഗതി ആയാലും നല്ല ഈസി ആയിട്ട് അങ്ങടാ ഈ സംഗതിയൊക്കെ വരുന്നത്. പിന്നെ ടോപ്പ് ബാൻഡ് ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ. അയ്യോ, പറയാൻ വാക്കുകളില്ല. നല്ല അസലായിട്ട് അവരും ബാക്ക് ചെയ്തു. അപ്പോൾ ഓൾ ഇൻ ഓൾ ഒരു ഫുൾ കംപ്ലീറ്റ് പാക്ഡ് പവർ കംപ്ലീറ്റ് ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു. A to Z, താങ്ക് യു സോ perfect. മച്ച്. Very nice. ഓഡിയോ ആൻഡ് വിഷ്വൽ ട്രീറ്റ്. Yes. അമ്മയുടെ ഉടുപ്പിട്ടതിന്റെ ഒരു ലക്ക് ഉണ്ടല്ലേ? Yes. അതെ, അതെ, അതെ. അതുകൊണ്ടാവും. ഇത് കൊടുക്കണ്ടാ, തിരിച്ചു ഒരു എനർജി ഉണ്ട് കേട്ടോ അതില്. അതെ. ಶ್ರೇಯಕುಟಿ യെസ് സർ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಥ್ಯಾಂಕ್ ಯು ಸರ್. ആ. ನಿಮ್ಮ ವಾಯ್ಸ್ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. ಧನ್ಯವಾದ. ನಿಮ್ಮ ಪಾಟು ತುಂಬಾ ಹಾರ್ಟ್ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. മനസ്സിലായി. എല്ലാം മനസ്സിലായി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത് താങ്ക് യു. കേട്ടോ. എന്താ മീനൂട്ടി ഇത് ഈ 2026 എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട്. രാശിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? എന്തായാലും കൊള്ളാം. എനിക്ക് തുടക്കം മുതൽ ഇപ്പൊ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ മുതൽ ലാസ്റ്റ് ലൈൻ വരെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. നല്ല ഇത് വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നല്ലേ പാട്ട്?
പഠിച്ചപ്പോ? എനിക്ക് ഇവിടെ സംഗതിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടു. ഉം. എനിക്ക് തോന്നിയത് ഇഷ്ടപ്പെട്ട് പാടിയ പോലെ തന്നെ അതെ. തോന്നി. കഷ്ടപ്പാടില്ലാതെ ഇഷ്ടപ്പെട്ട് അല്ലേ? അപ്പൊ എന്തായാലും എഫേർട്ട്ലെസ് ആണ്. അതെ, പുലർക്കാല സന്ധ്യയെ നിന്നെ, കുളിരുന്ന കായൽ പെണ്ണിൻ, അതൊക്കെ വളരെ നന്നായിട്ട് ആ സംഗതിയൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. താങ്ക് യു. എന്തായാലും നമുക്കൊരു വീഡിയോ കാണാം. രവീന്ദ്ര മാഷും ദാസേട്ടനും ചേർന്നിട്ടുള്ള ഒരു വീഡിയോ. വരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുയിലോ തെന്നലോ മഞ്ഞാട മാറ്റിയുടുക്കും മഴവിൽ തിടമ്പേ നിന്റെ മണിമാറിൽ മുത്തും രാത്രി നിഴലോ തിങ്കളോ കുടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ ഒഴിയാക്കിനാവില്ല മഴയായി തുളുമ്പും ചാരെ ഒരുപാട് സ്നേഹം തേടും മനസ്സിൽ പുണ്യമാ. ആഹാ. എന്ത് രസല്ലേ? അതെ 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 അതെ. ഇത് എവിടെ നടന്ന പ്രോഗ്രാമാ മധു? നമ്മുടെ ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടില്ലേ, ആ. ഇതില് പങ്കെടുത്തിരുന്ന കുറച്ച് മ്യൂസീഷ്യൻസ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആണോ? അതെ, അതില് ഫ്രാൻസിസ്. ഇതിപ്പോ സംഗീത സംഗമം എന്ന് പറഞ്ഞ പ്രോഗ്രാം എറണാകുളത്ത് നടന്നതാണ്. സംഗീത സംഗമം. ആ. ഞാനും ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. ഉണ്ട്, മധു ഉണ്ട്. ഞാനും ഉണ്ടായിരുന്നു. അതെ, Okay. യെസ്. ഇതില് ആരൊക്കെ 20 വയലിനുണ്ടായിരുന്നു. 20 വയലിൻ. അതെ, രാജാമണി ചേട്ടനാണ് കണ്ടക്ട് Conduct ചെയ്തത്. ചെയ്തത്. അതെ അതെ. ഇത് എവിടെയായിരുന്നു? ഇത് മഹാരാജാസ് ഗ്രൗണ്ടിലാ? മഹാരാജാസ് ദർബാർ ദർബാർ ഹാൾ ഗ്രൗണ്ടാണെന്നാണ് എന്റെ ഓർമ്മ. ഹോള് Okay. മറന്നുപോയി. ആരൊക്കെ ഉണ്ടായിരുന്നു? ഒറിജിനലിലും വായിച്ചിട്ടുണ്ട് ഈ Oh, മഞ്ഞക്കിളിയുടെ wow. നടനം. ഒറിജിനലിൽ നിങ്ങൾ തന്നെയാ വായിച്ചത്. ഒരു 20 years ആയി ഉണ്ടാവും ഈ പ്രോഗ്രാം? ആയിട്ടുണ്ടാവും. ഉണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് ഭയങ്കര നോസ്റ്റാൾജിയാണ് ഇത് കാണുന്നത്. ആരൊക്കെ ഉണ്ടായിരുന്നു? റെക്കോർഡിങ്ങിന് ഞങ്ങളും 4 പേരും ഉണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. പ്രോഗ്രാമിന് 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 എറണാകുളത്തുള്ളവർ മാത്രമാണെന്ന് എനിക്ക് സംശയമുണ്ട്, ഓർക്കുന്നില്ല, ഓ. കൃത്യമായിട്ട് ആണല്ലേ? ഓർക്കുന്നില്ല. നിങ്ങളിലിപ്പോ 3 പേരുണ്ടായിരുന്നു. കണ്ടോ? ആ അന്ന് എന്തൊരു പ്രോഗ്രാമിൽ വായിച്ച അതെന്തൊരു ഭാഗ്യല്ലേ original ശ്രീ song- കുട്ടിക്ക്. അതെ, ഒറിജിനൽ സോങ്ങിൽ വായിച്ചവരും ഈ ഒരു പ്രോഗ്രാമിൽ വായിച്ചവരുടെയും അവരുടെ കൂടെയാണ് മുന്നിലാണ്, ഇപ്പൊ- കൂടെയാണ്. അവരാണ് ഇപ്പൊ അയ്യോ. പക്കമേളത്തിൽ വായിച്ചത്. പിന്നെ എങ്ങനെ നന്നായി പാടാതിരിക്കും? അതെ അത് ഇതൊരു വലിയ ഭാഗ്യമാണ്. ഒറിജിനൽ സോങ്ങിന്റെ കൂടെ വായിച്ച ആൾക്കാരുടെ കൂടെ തന്നെ അതെ അതെ അതെ. പാടാന്ന് പറഞ്ഞ അല്ലേ? യെസ് യെസ് ഇനി മാർക്ക് അല്ലേ? ശ്രീകുട്ടി, യെസ്. അപ്പൊ എന്തായാലും അമ്മ ഈ 9ാം ക്ലാസ്സിലിട്ട ഡ്രസ്സിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതെ, നല്ല രാശിയുണ്ട്, നല്ലൊരു ഭാഗ്യമുണ്ട് അതിന്. ഇനി അമ്മയുടെ ഒരു- പഴയ ഒരു- ഉടുപ്പല്ലോ ഒരു ഉണ്ടോ? ഓറയുണ്ട്. ഉണ്ടോ ചോദിച്ചിട്ടില്ല. അല്ലേ മതങ്ങളെ ഇനി വരുമ്പോ അതെ, അമ്മയുടെ പഴയ അതെ, ഉടുപ്പൊക്കെ ഇനി ഇട്ടിട്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതി. ഏതായാലും ഇപ്പോൾ ശ്രീകുട്ടിക്ക് ഇവിടെ വന്നതിന് ശേഷമുള്ള ഈ പുതുവത്സരത്തിൽ ആദ്യത്തെ 100 കിട്ടാൻ പോവുകയാണ്. ഓ. താങ്ക് യു. യെസ്, ശ്രീകുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100. ഇച്ചിരി പുറകെ ഇരുന്നോ, ഇനി bye. പുറകോട്ടേക്ക് മാറിയാൽ ഒരു നല്ല മധുരമഴ പെയ്യും. പെയ്യട്ടെ നല്ലൊരു മധുരമഴ. ശ്രീകുട്ടിക്ക് ദാസങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ദാസ് അങ്കിൾ. എന്റെ പാട്ട് കേൾക്കണേ. ഓക്കെ ശ്രീകുട്ടി, അപ്പൊ പാട്ടൊക്കെ കേൾക്കട്ടെ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. അടുത്ത പാട്ട് ഇതുപോലെ ആക്കണം. ഉണ്ണിയങ്കൾ, Yes. നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ് ശിവഗാമിക്കുട്ടിയും ശ്രീയക്കുട്ടിയും. വെൽക്കം. ആൻഡ് ഉണ്ണിയങ്കളും വെൽക്കം ഗിഫ്റ്റ് കൊടുക്കാൻ. പല്ലുകൾ മുത്തുപോലെ തിളങ്ങുന്നല്ലോ. ഇതാ പിടിക്കൂ. രണ്ടുപേർക്കും വിലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് തേക്കും. ഓക്കെ, നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് ദാസങ്ങളുടെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജനുവരി 9-ാം തീയതിയാണ്. നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന മലയാളികളും നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന പോലെ ജനുവരി 10-ാം തീയതിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ദാസങ്ങളുടെ പിറന്നാൾ ദിവസമാണ് നാളെ. ഒത്തിരി സന്തോഷമുണ്ടല്ലേ? നമ്മൾ കുറെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തു. അതെ, മതങ്ങൾ എന്താ പറയാനല്ലേ? വളരെ വളരെ സന്തോഷം. അതായത് ഞാൻ ഈ നമ്മുടെ ഫ്ലവേഴ്സിനെ, പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പ്രൊഡ്യൂസർ ശ്രീ രാകേഷിനും
കൂടെയുള്ള എല്ലാവരും ഞാൻ ടീമിനെ. ഫുൾ ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഈ ഒരു ഒരാഴ്ചയോളം അല്ലേ ആഴ്ച ഇങ്ങനെ ഒരു മുഴുവനും സെലിബ്രേഷൻ. ദാസേട്ടന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്, അതെ, ആ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നതിന്. അപ്പൊ എന്തായാലും അതൊരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ എന്നും വെറൈറ്റി ആണല്ലോ. അതെ. സേവ ചേച്ചി, എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഞാനിവിടെ ജഡ്ജായിട്ട് വന്നപ്പോ ദാസേട്ടന്റെ ഒരു ബർത്ത്ഡേ ട്രിബ്യൂട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ ഈ പിള്ളേരൊക്കെ എന്ത് രസമായിട്ടാണ് പാടുന്നത്. എനിക്ക് എത്ര മധുരമഴയാണ് എനിക്ക് കാണാൻ ഒരു അവസരം കിട്ടിയത്. അതെനിക്ക് തോന്നുന്നു പ്രത്യേകം ദാസേട്ടന്റെ ഒരു ബ്ലെസ്സിങ്, ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായി. അത് ആ പാട്ടുകളിലൂടെയും നമുക്ക് കേൾക്കാനും പറ്റി. സോ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ദാസേട്ടൻ. ഈ ഒരു പാനലിൽ ഇരുന്നിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡ്സിൽ ഒരു പാനലിൽ ഇരിക്കാൻ പറ്റി, ദാസേട്ടനെ കുറിച്ച് സംസാരിക്കാൻ പറ്റി. ദാസേട്ടന്റെ പാട്ടുകൾ, നമ്മുടെ കുരുന്നുകൾ ഭയങ്കര രസമായിട്ട് പാടി 100 സെഞ്ചുറീസ് ഇങ്ങനെ വാരിക്കൂട്ടി ഇവിടെ. യെസ്, ഇതൊക്കെ എനിക്കൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇതൊക്കെ നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. ദാസേട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ മൂകാംബിയയിൽ ദാസേട്ടന്റെ കൂടെ 3 വർഷം ഉണ്ടായിട്ടുണ്ട്, ജാനുവരി 10th. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ശബരിമലയ്ക്ക് ദാസേട്ടന്റെ കൂടെ 2-3 കൊല്ലം അടുപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അതുകൂടാതെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ വലിയൊരു ഭാഗ്യമായി കിട്ടി. ദാസേട്ടന്റെ പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു വേദിയിൽ വന്നിരിക്കാനും അതൊക്കെ നേരിൽ കാണാനും, കുട്ടികൾ അതൊക്കെ എല്ലാം ദാസേട്ടന്റെ പാട്ടുകൾ പാടി ഗംഭീരമാക്കുന്നത് നേരിൽ കാണാനും എല്ലാം ഒരു ഭയങ്കര ഭാഗ്യം. അത് ഞാൻ വളരെ വിലപ്പെട്ടതായി കരുതുന്നു. നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് അറിയാം, ഇപ്പൊ ഞങ്ങൾ ഓരോ ആൾക്കാരും എന്തോരം സ്പെഷ്യൽ ആയിട്ടാണ്, എന്തോരം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരാഴ്ചയോളമായിട്ട് നമ്മളെ ദാസങ്ങളുടെ പാട്ടുകൾ തന്നെയാണ് കേട്ടുകൊണ്ട്, അതെ, അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൈഡിൽ നിന്ന് നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ഗാനഗന്ധർവൻ, ഏറ്റവും പ്രിയപ്പെട്ട ദാസങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇത്രയും സന്തോഷത്തിൽ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.